ഹായ്, ഞാൻ അബ്ദു, കുയിൽ അഗ്രോ ഫാം. ഇന്നുള്ളത് കേരള കർണാടക ബോർഡർ ഗുണ്ടൽപേട്ട എത്തുന്നതിന് മുമ്പ് ടോൾ ഗേറ്റിന് സമീപം തൊട്ടടുത്ത് തന്നെയാണ് നമ്മളൊരു സുഹൃത്തിൻ്റെ ഫാമാണിത്. ഇത് മുന്തിരിത്തോട്ടാണ്. ഇത് നിങ്ങളെവിടെ കണ്ടില്ല, തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവും, തേനി കണ്ടിട്ടുണ്ടാവും. ഇവിടെ കൃഷി ചെയ്ത ഒരു പരീക്ഷണാർത്ഥം നമ്മുടെ സുഹൃത്തുക്കൾ കൃഷി ചെയ്ത ഒരു തോട്ടാണിത്. ഇത് കണ്ടോ മുന്തിരി കാഴ്ച എടുക്കുന്നത്, അടിപൊളിയായിട്ട്. ഇത് ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ചെറിയ രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിറയെ കാഴ്ച എടുക്കുന്നുണ്ടോ, സിസ്റ്റമാറ്റിക് ആയിട്ട്. ഇതിന്റെ പ്ലാന്റ് കുറഞ്ഞൊരു ഏരിയയിൽ ഇവർ പരീക്ഷണാർത്ഥം ഇത് നടത്തിയതാണ്. 100% സക്സസ് ആണ്. തന്റെ മുന്തിരി കാഴ്ച എടുത്ത് നോക്കി ഉണ്ടോ. ഇതാണ് ഇതിന്റെ സ്റ്റെമ്പ്, മെയിൻ സ്റ്റെമ്പ് കണ്ടോ. ഈ സ്റ്റെമ്പ് ഇങ്ങനെ 4 ഭാഗത്തേക്കും പടത്തിട്ട് പ്രൂൺ ചെയ്ത് സെറ്റാക്കിയാണ്. 2 ഇഞ്ചിൽ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കായ ഇഷ്ടംപോലെ കായ്ക്കും. അപ്പൊ കർണാടകയിൽ തോന ദൂരല്ല. കേരളത്തിന് കോഴിക്കോട് നിന്ന് നമുക്ക് 152 കിലോമീറ്റർ ഉള്ളത്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ കാലാവസ്ഥയിൽ ഇഷ്ടംപോലെ മുന്തിരിങ്ങ നമുക്ക് കായ്ക്കും. അപ്പൊ നമ്മളെ ഗ്രൂപ്പും കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് 2 ഏക്കർ മുന്തിരി പ്ലാന്റ് ചെയ്യാൻ പോവാണ്. ഇതിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നത്. കണ്ടാ, ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായി, മുന്തിരി ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് എന്താ, ഇതിന്റെ ഇറിഗേഷനൊക്കെ ഇതിലൂടെ കൊടുത്ത് ഇത് വെള്ളത്തിന് 16 പൈപ്പ് കൊടുത്താ, എന്നിട്ട് ഇങ്ങോട്ട് കണ്ടോ ട്രിപ്പ് കൊടുത്താ താഴോട്ട് ഇങ്ങനെ വരും. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇവിടെ ആരും കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ പരിസരത്ത് ഇങ്ങനെ മുന്തിരിത്തോട്ടം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരുപാട് ദൂരമല്ല കണ്ടത്, നമ്മുടെ തൊട്ടടുത്താണ്. കാണാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വരിക. ഗുണ്ടൽപേട്ട വരുന്ന ആൾക്കാർ ടോൾ ഗേറ്റ് കഴിഞ്ഞിട്ട് നേരെ ലെഫ്റ്റിലേക്ക് കയറുക. ഇവിടെ ഉണ്ട്, കണ്ടാ. ഇതിന്റെ കൾട്ടിവേഷൻ രീതി നല്ലോണം പഠിക്കണം. ഇത് ശരിക്ക് ഒരു 1 മീറ്റർ സ്ക്വയർ, ഒരു 1.5 മീറ്റർ സ്ക്വയർ ആണെന്ന് എടുക്കില്ല. വലിയ ട്രെഞ്ച് എടുത്തിട്ട് അതിൽ ചപ്പും ചവറും വളം എല്ലാം കമ്പോസ്റ്റ് എല്ലാം നിറച്ചിട്ടാണ് ഇത് പ്ലാന്റ് ചെയ്യുക. ഇതുണ്ടോ, 1 ടൈം. പിന്നെ വെള്ളം മാത്രമേ കൊടുക്കുക. മുകളിൽ അതിന്റെ വളങ്ങളൊക്കെ പിന്നീട് കൊടുക്കും. വലിയ കുഴി എടുത്തിട്ടാണ് പ്ലാന്റ് ചെയ്യുക. അത് പഠിക്കണം നിർബന്ധമായിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താൻ നമ്പർ കൊടുക്കുക. ഓക്കെ, ബായ്.